സാറേ, ഇറാൻ്റെ നീക്കം ഇനി എന്തായിരിക്കും? അതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഇറാൻ്റെ പിന്തുണയുള്ള ലെബനൻ്റെ സായുധ സംഘമാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയുടെ തലവനെയാണ് വധിച്ചിരിക്കുന്നത് ഇസ്രായേൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് ഖൊമൈനി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു. വിളിച്ചു കൂട്ടിയിട്ട് ഇത് നമുക്ക് ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യണം, യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധക്കുറ്റമാണ്, നഗ്നമായ യുദ്ധക്കുറ്റമാണെന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു. അപ്പം സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ഖൊമൈനി വിളിച്ചിട്ട് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എന്താണ് നമ്മുടെ പ്ലാൻ? ഇറാൻ യുദ്ധമുഖത്തേക്ക് ഇനി രണ്ടും കൽപ്പിച്ചിറങ്ങുമോ? ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. യുദ്ധം ചെയ്യാറങ്ങത്തില്ല. അല്ല, ഖൊമൈനി അവിടെ തുടരുകയാണെങ്കിൽ ഒരു യുദ്ധം എന്തെങ്കിലും ഇസ്രായേലായിട്ട് ഓപ്പൺ യുദ്ധം ഉണ്ടാവും. അതിൽ ഇവർ തോറ്റമ്പയും ചെയ്യും. പിന്നെ അത് പക്ഷേ അത് ഭയങ്കര ദുരന്തമാവും. വലിയ ഇറാൻ അത്യാവശ്യം പവറുള്ള രാജ്യമാണ്. ഇസ്രായേൽ കണ്ണും മൂക്കൊന്നും നോക്കാതെ അവർ ആറ്റം ബോംബ് തിരിച്ചടിക്കും, ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും. അവർ മുമ്പ് സിനായത് 6 ഡേ പറഞ്ഞ സമയത്ത് അവർ സിനായി വരുമ്പോൾ തോൽക്കണം പൊട്ടിക്കണം വിചാരിച്ചതാണ്. ഭാഗ്യത്തിന് അവർ ജയിച്ചത്, അവരെ പൊട്ടിക്കായിരുന്നത്. അവർക്ക് അതിലൊന്നും ഒരു മടിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കി. അവർക്ക് അതിലൊന്നും ഒരു മടിയില്ല, അവർ പൊട്ടിക്കും. ആമാനസ്ഥാനം കൊണ്ട് ചോടല്ലോ. പിന്നെ ഈ പറയുന്ന അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ഇസ്രായേലിന് ബാധകമല്ല. ഈ ആത്യന്തികമായി ലോകത്തുള്ള മൈറ്റീസ് റൈറ്റ് ആണ്, ജനാധിപത്യം സോഷ്യലിസം ഒന്നുമല്ല. ശക്തിയുള്ളവൻ തന്നെ എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇസ്രായേലിന് ശക്തിയുണ്ട്, അതുകൊണ്ട് അവര് വില വെക്കുന്നില്ല. ശക്തിയില്ലാത്ത രാജ്യങ്ങള് ഇതൊക്കെ വില വെക്കും. അവർക്ക് വില വെച്ചേ പറ്റുള്ളൂ. അതേ അവർ രാജ്യം അവിടെ ഉണ്ടാവില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു യുദ്ധം ഉറപ്പാണ്. അല്ലെങ്കിൽ ഖൊമൈനി അവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു ഈ ഇസ്രായേൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യം അവിടെ വരണം. അങ്ങനെ വരുമോ? എങ്ങനെ ഖൊമൈനി മാറിയാലും അങ്ങനെ അവിടെ ജനകീയ പ്രക്ഷോഭമാണ്. അതിനുള്ള എനിക്ക് തോന്നുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്ലാൻ വേറെ തോന്നാം. ഇറാനോട് സ്നേഹമുള്ള ആളുകളാണ് ജൂതന്മാർ. 2 കാരണമുണ്ട്. ഒന്ന്, ഇവരെ ആദ്യത്തെ ബാബിലോണിയൻ ബോണ്ടാണ് ഇവരുടെ ആദ്യത്തെ മൊത്തം തകർത്ത് കളഞ്ഞത്. നബുക്കദ്നേസർ അന്ന് ഇസ്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. അത് മുസ്ലിംസിനെ തലയെ കൊണ്ട് ചേക്കണ്ട. നബുക്കദ്നേസർ എന്ന് പറഞ്ഞിട്ട് ബാബിലോണിയൻ രാജാവ്. അദ്ദേഹം അവർക്ക് ഈ പറയുന്ന പ്രകൃതി ആരാധനയൊക്കെ അധിഷ്ഠിതമായ ഒരു മതമായിരുന്നു അവരുടെ മതം. അങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് തോൽപ്പിച്ച് പിന്നെ അടിമകളാക്കി ബാബിലോണിയയിലേക്ക് പിടിച്ചുകൊണ്ടത്. ബാബിലോണിയൻ പോണ ഒരു നാടകം തന്നെ ഉണ്ട്. അവിടുന്ന് ഇവരെ രക്ഷപ്പെടുത്തി. പിന്നെ ഈ ബാബിലോണിയക്കാർ ആര് തോൽപ്പിക്കുന്നു? പേർഷ്യൻസ് തോൽപ്പിക്കുന്നു. സെർസസ് രാജാവ് തോൽപ്പിക്കുന്നു. അദ്ദേഹം ഇവരെ സ്വതന്ത്രരാക്കി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് താമസിപ്പിക്കും. അങ്ങനെ ഒരു നന്ദി അവരോടുണ്ട്. നമ്മളവരെ സ്വീകരിച്ച പോലെ റോമക്കാരോട് ചേർന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റോമൻസ് ശക്തി. പിന്നെ അലക്സാണ്ടർ ഇവരെ തോൽപ്പിക്കുന്നുണ്ട്. അലക്സാണ്ടർ ഇവരെ തോൽപ്പിക്കുന്നതിന് നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അടുത്ത പ്രധാനപ്പെട്ട അടി കിട്ടുന്നത് റോമൻസിൻ്റെ സമയത്താണ്. റോമക്കാർ ഇവരെ തോൽപ്പിച്ചിട്ട് അതിനുശേഷം ഈ സെർസസ് തിരിച്ചുകൊണ്ട് പോയി താമസിപ്പിച്ചതിന് ശേഷമാണ് ഹെരോദ് രാജാവൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ അന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ആദ്യം ഇവർ ഒരു രാജ്യമായിരുന്നു. പിന്നെ അവർ ജുദായ, ഇസ്രായേൽ എന്ന് പറഞ്ഞ 2 രാജ്യമായി മാറി. ഇവന്മാർ പരസ്പരം ട്രൈബ്സാണ്. ഈ ട്രൈബ്സ് ഇവന്മാർ പരസ്പരം ഒരുമിച്ച് നിൽക്കില്ല, മരണ അങ്ങനെയാണ് 2 രാജ്യമായി മാറി. പിന്നെ ഇസ്രായേൽ നശിക്കുന്നു, പിന്നെ ജുദായ ബാക്കിയാവുന്നു. അങ്ങനെ ഈ ഹെരോദിന്റെ രാജാവിൻ്റെ സമയത്ത് എന്താ സംഭവിച്ചത്, അതിലൊരു വിഭാഗം ആളുകൾക്ക് ഈ ഗ്രീക്ക് കൾച്ചറിന്റെ സ്വാധീനം കൂടുന്നു. അവർക്കെതിരെ പയസായിട്ടുള്ള ആളുകൾ അവർക്കെതിരായിട്ട് നിൽക്കുന്നു. എന്നുവെച്ചാൽ ജൂത ട്രഡീഷൻ ഉറച്ചു നിൽക്കുന്ന ആൾ, അവർ തമ്മിൽ അടിയായിരുന്നു. മനസ്സിലായി? പിന്നെ ഈ ഹെരോദ് രാജാവിൻ്റെ അണ്ടറിൽ ഈ ജൂതന്മാർ രാജ്യം ഉണ്ടാക്കി അവിടെ ഇതിന് ശേഷം സെർസസ് ഒക്കെ സഹായിച്ചതിന് ശേഷം, അലക്സാണ്ടർ തോൽപ്പിച്ചതിന് ശേഷം നിൽക്കുന്ന സമയത്ത് അതിനുശേഷമാണ് പിന്നെ ആര് വരുന്നത്? പേർഷ്യൻസ് വരുന്നത്. റോമൻസ് വരുന്നത്. റോമൻസ് ആണ് ഇവർ തീർത്ത് കളഞ്ഞത്. റോമൻസ് ആദ്യം വിചാരിച്ചത് ഇവരെ ഒരു പ്രൊവിൻസ് ആയിട്ട് അങ്ങനെ നിലനിർത്താം, അവരുടെ മുന്നോട്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ജീസസിനെ വധിക്കുന്നത്, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് പിലാത്തോസ് ആണ്. പക്ഷേ അത് ജൂതന്മാരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. പിലാത്തോസ് പറയുന്ന ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പക്ഷേ ജൂതന്മാരുടെ അഭിപ്രായം അദ്ദേഹത്തെ മാനിക്കേണ്ടതുണ്ട്. അവിടുത്തെ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി റോം നിശ്ചയിച്ചിരിക്കുന്ന ഗവർണറാണ് ഇദ്ദേഹം. അവർ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ റോമൻകാർക്കെതിരെ കലാപം ഉണ്ടാവും. ഒരു കലാപം ഉണ്ടാകുന്ന ഒരു ഭരണാധികാരി ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പിലാത്തോസ് കൈ കളഞ്ഞത്. ചെയ്ത് കഴിഞ്ഞിട്ട് പിലാത്തോസ് കൈ കളയും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ജീസസിനെ പോലെ ഒരുപാട് രക്ഷകന്മാർ അവിടെ വന്നു. മനസ്സിലായി? അവർ പറയും ജീസസിനെ പോലെ ഈ സമാധാന പ്രേരായിരുന്നില്ല, വയലന്റ് ആയിരുന്നു. അങ്ങനെ ഇവരുടെയൊക്കെ ഒരു പ്രേരണ കൊണ്ട് അവിടെ ഇസ്രായേലിനെതിരെ കലാപം തുടങ്ങി. ഇസ്രായേലിനല്ല, റോമിനെതിരെ കലാപം തുടങ്ങി.
അങ്ങനെയാണ് റോമക്കാർ കല്ലോട് കല്ല് ചേർക്കാൻ അവരുടെ ദേവാലയമൊക്കെ പൊളിച്ചു കളഞ്ഞത്. എന്നിട്ട് ഓടിച്ചു, ലോകത്തിന് നാനാഭാഗത്തേക്ക് ഓടിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് വർഷത്തിൽ ഒരിക്കലും നിങ്ങളെ തലമുറപ്പെട്ട ഒരാൾക്ക് ഇവിടെ വരാം, എന്നിട്ട് ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയി അവരോട് പറയാം ഞങ്ങളുടെ ശക്തി ഇത്ര ഉണ്ട് എന്ന്. എന്നിട്ട് നിങ്ങൾക്ക് അതേപറ്റി ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ അവരുടെ ആ വാളിന്, പഴയ ദേവാലയത്തിൻ്റെ വാളിൽ വന്നവർ കരയുന്ന ആ ഒരു ട്രഡീഷനാണ്. റോമക്കാരാണ് ഓടിച്ചത്. ഇനി റോമക്കാരാരാന്ന് അടുത്ത ചോദ്യം. അത് മുസ്ലിങ്ങളെ തലയെ കൊണ്ടുവയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഞാൻ മുസ്ലിമും കൂടി ആയതുകൊണ്ട് നമ്മളെ കൊണ്ടുവയ്ക്കും. ഈ റോമക്കാർ ബേസിക്കലി അന്നത്തെ അപ്പോളോ പോലെ സൂര്യദേവനെ പോലെയുള്ള പ്രകൃതി ദൈവങ്ങൾ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ റോമക്കാർ ആരായി നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയുന്നില്ല. എനിക്കിവിടെ ഒരു കമ്മ്യൂണൽ അങ്ങനെ കേരളം എന്ന് വെച്ചാൽ ദൈവത്തിന് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം 5 നൂറ്റാണ്ടിന് ശേഷം 3 നൂറ്റാണ്ടിന് ശേഷം 3-ാം നൂറ്റാണ്ട് ആ പ്രോസസ്സ് വന്നത്. അപ്പം റോമക്കാരുടെ ട്രഡീഷൻ ഇങ്ങനെയാണ്. റോമക്കാർ ഒരിക്കലും മുസ്ലിം ആയിട്ടില്ല. മുസ്ലിംസ് എല്ലാം കൊണ്ടുവെക്കണമല്ലോ. പിന്നെ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ മറ്റു മതങ്ങളെ പേര് പറയുന്നില്ല. അതെന്ന് വെച്ചാൽ എനിക്ക് ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഈ നാടാണ്, പലസ്തീനൊന്നല്ല. ഈ നാട് കമ്മ്യൂണൽ കലുഷിതമാക്കാൻ ഞാൻ എൻ്റേതായ സംഭാവന നൽകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ പറയാറ്. മാത്രമല്ല ഞാൻ എല്ലാ മതങ്ങളും ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ അതിൽ ഈ പറഞ്ഞ ഒരു മതത്തെ ഞാൻ ഭയങ്കരമായിട്ട് അതിൻ്റെ ടെക്സ്റ്റിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ഏതൊക്കെ ജോൺ അറിയാലോ, അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ എന്തുകൊണ്ട് മുസ്ലിം എടുത്ത് പറയുന്നത് വെച്ചാൽ പലരും ഞാനിത് പറയുമ്പോൾ ഈ സാധനം പറയും അവിടുന്ന് അവർ ഓടിച്ചുവിട്ടല്ല. ആരാ ഓടിപ്പിച്ചിട്ടത്? പ്രകൃതി ആരാധന വിശ്വസിക്കുന്ന ആളുകളാണ് ഓടിച്ചുവിട്ടത്. അവർ പിന്നെ ആരായി മാറി? റോമൻസ് ഒരിക്കലും മുസ്ലിമായിട്ട് മാറിയിട്ടില്ല. റോമൻസ് ആരായി മാറി നമുക്കറിയാലോ. അപ്പോൾ അത്രയും മതി. അതും ആരുടെയും കുഴപ്പമൊന്നുമല്ല. അതൊരു ഹിസ്റ്റോറിക്കലായിട്ട് അങ്ങനെയാണ്. നമ്മളാരും ഈ നാട്ടിൽ ഈ പ്രദേശത്തിൽപ്പെട്ട ആളുകളല്ല. നമ്മളെല്ലാം പല സ്ഥലങ്ങൾ ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ കഥയെന്ന് പറഞ്ഞു വരുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നെങ്കിലും അങ്ങോട്ടൊക്കെ തിരിച്ചു പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. ഇപ്പം കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ നാടോടി കഥകൾ എനിക്കറിയാം. എൻ്റെ നാട്ടിൽ അവരുണ്ട്. അപ്പോൾ അവർ ഈ നമ്മുടെ ജാതി ശ്രേണി വളരെ താഴെയുള്ള ആൾ. അവർ പറയുന്നത് അവർ മുമ്പത്തെ രാജാക്കന്മാരായിരുന്നു. ഒരു സന്യാസിയുടെ ശാപം കിട്ടിയിട്ട് അവരങ്ങനെ ആയിപ്പോയതാണ്. സംഭവം ശരിയാണ്. ഇവിടെ കേരളത്തിൽ ഒരു ചരിത്രപരമായ ഒരു മാറ്റം വരുന്നതിന് മുമ്പേ ആദ്യത്തെ ചേര രാജാക്കന്മാരുടെ സമയത്ത് ഇന്ന് നമ്മൾ താഴ്ന്ന ജാതി എന്ന് പറയുന്നപ്പെട്ട ആളുകളായിരുന്നു ഇവിടെയുള്ള രാജാക്കന്മാരും കച്ചവടക്കാരും പുരോഹിതന്മാരും എല്ലാം. പിന്നെ വിശ്വാസങ്ങൾക്ക് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടന്നുകയറ്റം അക്രമം കൊല്ലലൊന്നല്ല. വിശ്വാസങ്ങൾക്ക് ഗ്രാജുവലായിട്ടുള്ള മാറ്റം വരികയാണ്. അങ്ങനെയാണ് അവർ ജാതി ശ്രേണിയിൽ താണുപോയത്. പക്ഷെ അവരുടെ ഓർമ്മകൾ അതുണ്ട്. അത് പുനഃസ്ഥാപിക്കണമെന്ന് അവർക്കുണ്ട്. ഇതൊക്കെ നമ്മളിത് ജൂതന്മാരുടെ മാത്രം കുത്തകയൊന്നല്ലെന്നാ. ജൂതന്മാർക്ക് പിന്നെ കാര്യമുണ്ട്. അവർ അന്നേ മരവുരിയിൽ ഇതൊക്കെ എഴുതി വെക്കുകയായിരുന്നു. മറ്റുള്ളവർ ഇപ്പോൾ ഇന്ത്യക്കാർ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. നമ്മൾ രാമായണത്തിൻ്റെ മഹാഭാരത വ്യാസൻ എഴുതി എന്ന് പറഞ്ഞ കോപ്പി നമ്മളെ കയ്യിലില്ല. അല്ലെ ഗുപ്ത കാലഘട്ടത്തിൽ കോടീകരിച്ച കോപ്പി നമ്മളെ കയ്യിലില്ല. നമ്മളെ കയ്യിൽ ഏറ്റവും പഴക്കം ചെന്ന് എനിക്ക് തോന്നുന്നു രാമായണത്തിൻ്റെയൊക്കെ 11-ാം നൂറ്റാണ്ടിലത്തെ മറ്റുള്ള ഒരു കോപ്പിയാണുള്ളത്. നമ്മൾ ഓർമ്മകളിലായിരുന്നു. ജൂതന്മാർ പക്ഷേ എല്ലാം എഴുതി വെക്കുകയായിരുന്നു. അതാണ് റെഡ് സീ സ്കോൾസൊക്കെ ആയിട്ട് പിന്നെ കിട്ടിയിട്ടുള്ളത്. അതാണ് ജൂതന്മാർ പിന്നെ തമ്മിലൊരു വ്യത്യാസം. പറഞ്ഞു വന്നു വെച്ചാൽ ഈ ഇപ്പോൾ തിരിച്ചുവരവും നഷ്ടപ്പെടലും ഒന്നും ജൂതന്മാരുടെ കുത്തകയാണ്. ലോകത്തിൽ ഒരു എല്ലാ സിവിലൈസേഷനും ഇത്തരം കഥകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊട്ടെ ഇനി അടുത്ത പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇറാന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇറാൻ വരുന്ന നമ്മൾ ബന്ധത്തിലാണ് നമ്മൾ ഇത്രയും വന്നതല്ലേ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം, ഷായുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഉണ്ടായ സമയത്ത് ഇന്ന് കാണുന്ന ഇസ്രായേൽ, ബെൻഗുരിയാൻ്റെ ഒക്കെ ഇസ്രായേൽ, ബെൻഗുരിയാണല്ലോ, ഗോൾഡ മേയറിൻ്റെ ഒക്കെ ഇസ്രായേൽ, ഈ ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യവും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അമേരിക്ക കഴിഞ്ഞാൽ ആര്? ഇറാൻ. അപ്പം പിന്നെ അതിനുശേഷം ഈ ഇസ്ലാമിക വിപ്ലവം നല്ല അടുപ്പത്തിലായിരുന്നു, ഭയങ്കര അടുപ്പായിരുന്നു, ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു അവർ. ഈ ഇസ്ലാമിക വിപ്ലവം നടന്നതിന് ശേഷമാണ് എന്തുള്ളത് തെറ്റിയത്. അപ്പം ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഇന്റലിജൻസിലും എല്ലാം തന്നെ മൊസാദിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. അതാണ് ഇറാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പണിയിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനോട് അവർക്ക് എന്തോ ഒരു സ്നേഹമുണ്ട്. കാരണം ഇറാൻ ഔട്ട് ആൻഡ് ഔട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അറ്റാക്ക് ചെയ്യായിരുന്നു. അവർ ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നുന്നു അവിടെയുള്ള ജൂതന്മാരുടെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കില്ല, കാരണം ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടം സഹായിച്ചത് പേർഷ്യൻസ് ആണ്. അയാൾ പറയുന്നുണ്ട് അവരത്തരം ചില കാര്യങ്ങളൊക്കെ കുറച്ച് വില കൊടുക്കും. പിന്നെ മുസ്ലിങ്ങൾ വരെ അവർക്ക് ഫൈറ്റ് ചെയ്യുന്നൊന്നും വേറെ വഴിയില്ല അവർക്ക്. ഇറാൻ അങ്ങനല്ല പറയുന്നത്, ഇറാൻ യുദ്ധം ചെയ്യണം. ഇറാൻ പറയുന്നതല്ലേ, ഇറാൻ ഇസ്ലാമിസ്റ്റുകളോട് ഒരു തരത്തിലുള്ള സ്നേഹം ആർക്കും ഇല്ല, അത് അവർക്കും ഇല്ല. ഇറാൻ പക്ഷേ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേലായിട്ട് ഇറാനെ വലിയ പണിയൊന്നും കൊടുക്കില്ല. ആറ്റം ബോംബ് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബോംബിടും നല്ല ചെയ്യില്ല. ഇവർക്കൊരു സ്നേഹമുണ്ട് ഇവരോട്. മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഫ്രണ്ട്ലി നാഷനായി വീണ്ടും മാറുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഇറാനിൽ അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്ലവം ഇപ്പോൾ ഉണ്ടാക്കാൻ മൊസാദ് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന മുമ്പത്തെ റൂഹാനി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒക്കെ കണ്ടിട്ടുള്ളത്.
ഇപ്പം ആണെങ്കിൽ അതിനുശേഷം ഇലക്ഷൻ നടന്നതിന് ശേഷം ആര് വന്നു? ഇലക്ഷൻ നടന്നതിന് ശേഷം വന്നിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് ഖാത്തമി പോലുള്ള ആളാണ് ഇപ്പോഴത്തെ പെഷ്കിയാൻ അല്ലേ, പെസ്കിയാൻ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വരുന്നതിന് പിന്നിൽ പോലും മൊസാദിന്റെ ബുദ്ധി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മൊസാദ് അവിടെ നോക്കുന്നത് ഒരു സമാധാനപരമായിട്ടുള്ള ഭരണകൂടത്തിന്റെ മാറ്റമാണ് മൊസാദ് അവിടെ ശ്രമിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലായിട്ട് യുദ്ധത്തിന്റെ ആവശ്യം വരില്ല. പക്ഷെ അത് വരാതിരിക്കുകയും ഈ പറഞ്ഞ അലമ്പ് ഗൊമേനി തുടരുകയും ചെയ്താൽ യുദ്ധം ഉണ്ടാവും. പക്ഷെ ആ യുദ്ധം എനിക്കൊന്നും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അവർ അറബ് രാജ്യങ്ങളെ അവരുടെ ടാർഗറ്റിലുള്ളൂ. ഈ അറബ് രാജ്യങ്ങളാണ് ഈ ഇറാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? അന്ന് വരെ സഹായിച്ചത് ഇസ്രായേലൊക്കെയാണ്. ഇറാന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബ് രാജ്യങ്ങളാണ്. ഇവർ ഈ പറയുന്ന ഗ്രേറ്റർ ഇസ്രായേലിലെ അറബ് രാജ്യങ്ങളേ ഉള്ളൂ, ഇറാനില്ല. മനസ്സിലായോ? അത് ഇറാൻ മനസ്സിലാക്കുന്നില്ല. അല്ല, ഇറാൻ എന്താ പറയാം, ഇറാനിൽ ഇപ്പോഴത്തെ ഭരണകൂടം മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭരണകൂടം എന്ന് വെച്ചാൽ ഈ ഇസ്ലാമിസ്റ്റുകൾ അവരെങ്ങനെ മനസ്സിലാക്കുക? അവർ ഇവരെപ്പോലെ തന്നെ ലോക സാമ്രാജ്യം ഉണ്ടാക്കുക. ജൂതന്മാർക്ക് ഏറ്റവും മിനിമം അവരുടെ പഴയ ഏരിയ തിരിച്ചു പിടിച്ചിട്ട് അവിടെ നിന്നുള്ള ഗ്ലോബൽ പവർ ആയാൽ മതി, എല്ലാ സ്ഥലത്തും നിർത്തണ്ട. ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യം ലോകത്ത് എല്ലായിടത്തും ഇസ്ലാം ഉണ്ടാക്കലല്ലേ, അവരെങ്ങനെ ഒത്തുപോകുക? അപ്പോൾ നമ്മൾ ഇത്തരം ഇൻട്രിക്കസീസ് ഉണ്ടല്ലോ, ന്യൂവാൻസസ്, ഈ ന്യൂവാൻസസ് കൂടി മനസ്സിലാക്കണോ? അതായത് നമ്മൾ വെറുതെ ഇസ്ലാമിക രാജ്യമാണ് ഇസ്രായേൽ, അങ്ങനെ നല്ലത്. ഇസ്രായേൽ ഇറാനോടൊരു മമതയുണ്ട്, അല്ലെങ്കിൽ എന്നേ അവർക്ക് തകർക്കാം. അതിന് കാരണം ഹിസ്റ്റോറിക്കലായിട്ടൊരു കാരണമുണ്ട്. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അറബികളും ഈ പേർഷ്യക്കാരും തമ്മിലുള്ള വ്യത്യാസം, അവരുമുള്ള പ്രശ്നം അറിയാം. അപ്പോൾ ഇറാനിൽ അവിടെ പോയിട്ട് പെട്ടെന്ന് ഇവരെയൊക്കെ കൊന്നിട്ട് ഭരണം സ്ഥാപിക്കണമെന്ന് ഇസ്രായേലിനില്ല താല്പര്യമില്ല. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകൾ അവിടെ നിന്ന് മാറ്റണമെന്ന് അവർക്കുണ്ട്. അത് മിക്കവാറും സമാധാനപരമായി ചെയ്യും. ഇപ്പൊ ഹിസ്ബുള്ള മരിച്ചു, ഹിസ്ബുള്ള തീർന്ന്, ഹമാസിന്റെ തലവൻ തീർന്ന്, അവിടെ വൃത്തികെട്ട പ്രസിഡന്റ് തീർന്ന്, ഇനിയുള്ളത് ഈ വയസ്സൻ ഗൊമേനിയാണ്. അത് അയാളും ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ വല്ല പനിയും പിടിച്ച് മരിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.